വീണ്ടും കാസർഗോഡ് കാഞ്ഞങ്ങാട്ടേക്കാണ്. അവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റ വിഷയത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആദ്യം പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് അവിടെ സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയായിരുന്നു. അതോടെ പോലീസ് ഇടപെട്ടു. അതിനിടയിലാണ് അവിടെ നിരത്തിയിട്ടിരുന്ന 3 ടയറുകൾക്ക് മേലെ ഏതോ ഒരു പ്രവർത്തകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായിരുന്നു ശ്രമം. അതോടെ പോലീസ് വീണ്ടും ഇടപെട്ടു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ പെട്രോൾ ഒഴിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ കടന്നത്. ചില പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയിരുന്നു. അതിനിടയ്ക്ക് പ്രവർത്തകർ വാതിൽ തുറന്ന്, ജീപ്പിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി വീണ്ടും ഈ സംസ്ഥാന പാത ഉപരോധിച്ചു. പക്ഷേ ആ പ്രവർത്തകരെയൊക്കെ തന്നെ ഇപ്പോൾ ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ശക്തമായ രീതിയിലേക്ക് നടപടി കൈക്കൊള്ളുന്നു. ഈ പെട്രോൾ ഒഴിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. സമാധാനപരമായുള്ള പ്രതിഷേധമായിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ ജീപ്പ് തടഞ്ഞുകൊണ്ട്, പോലീസ് ജീപ്പ് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ആ പ്രവർത്തകനെ, അതായത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് വളരെ വേഗത്തിലെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.